ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരൊറ്റ നേന്ത്രപ്പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടത് 1 കപ്പ് മൈദയാണ്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിന് പകരം ഓയിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിട്ടാണ് നമ്മളിതിനെ കുഴച്ചെടുക്കേണ്ടത്. അത്ര അങ്ങോട്ട് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ഹാർഡായിട്ടും പോയിട്ടില്ല, അതുപോലെ തന്നെ ഒരുപാട് സോഫ്റ്റും അല്ല കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് പഴമാണ്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടുള്ള ഒരു പഴമാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഏതായാലും ഈ ഒരു പഴം ഇതിൽ വെന്ത് ഉടഞ്ഞ് കിട്ടാനുള്ളതാണ്. അപ്പോൾ നല്ല പഴുത്ത പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അധികം പഴുക്കാത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പിനടുത്തൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണിത്. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കരപ്പൊടി 1/2 കപ്പ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിതിവിടെ ഓൾറെഡി ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് ഞാൻ 1/2 കപ്പ് ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നമ്മുടെ പഴമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടണം. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റി വന്ന് അതായത് നമ്മുടെ പഴമൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നല്ല പോലെ വേവിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പഴം നല്ല പോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ഈ ഒരു വെള്ളം ഫുള്ളായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ ഇതുപോലെ പാനിൽ നിന്ന് ഒരു വിട്ട് കിട്ടുന്ന ആ ഒരു സ്റ്റേജ് എത്തുന്നത് വരെയാണ് നമ്മളിതിനെ കുക്കാക്കി എടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു ബാറ്റർ കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ ഒരു 1/4 കപ്പ് മൈദയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തെടുത്തതുപോലെ ഈ ഒരു ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ഇപ്പോൾ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്തും ഒരുപാട് പൊടിയൊന്നും ഇട്ടിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ. കഴിയുന്നത് പൊടിയില്ലാത്ത പരത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ മാവിനെ ഞാനിവിടെ 2 ഭാഗമാക്കി എടുത്തതിന് ശേഷമാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. ഒന്നിച്ച് പരത്തിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ പലഹാരത്തിനും കുറച്ചധികം തന്നെ വലുപ്പം ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഏകദേശമൊക്കെ ഒന്ന് നല്ല രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിയിലൊന്നും ഞാൻ ഇതിനവിടെ പരത്തിയെടുത്തിട്ടില്ല. കുറച്ച് തിന്നായിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ പരത്തിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ അധികം പൊടിയിടാതെ തന്നെയാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോഴാണ് നമുക്കിതിൻ്റെ സൈഡൊക്കെ കറക്റ്റായിട്ട് തന്നെ ഒട്ടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിനെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ ഒരു മിക്സ് കംപ്ലീറ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പകുതി ഭാഗമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി പകുതി നമുക്ക് അടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരുപാട് കട്ടിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിന്നായിട്ട് തന്നെ നമുക്കിത് പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഞാൻ അതിൻ്റെ സെൻട്രലായിട്ടൊക്കെ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് ഞാൻ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗത്ത് ഫില്ലിങ് ഒഴിവാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതിനെ കുറച്ചധികം തന്നെ വലുപ്പത്തിലൊക്കെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് കുറച്ചും കൂടെ ലെയറായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പലഹാരത്തിനും തന്നെ കുറച്ചധികം തന്നെ വലുപ്പം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ചെറിയ രീതിയിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ ഒന്ന് ലോക്കാക്കി കൊടുക്കാം. അപ്പോൾ പൊടി വളരെ കുറച്ച് പരത്തിയെടുത്തതുകൊണ്ട് തന്നെ നമുക്ക് സൈഡൊക്കെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. ഇനി ഇതിനൊന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 അറ്റം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഈ ഒരു ഭാഗത്ത് അധികം ഫില്ലിംഗ് ഒന്നും ഉണ്ടാവില്ല. അത് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിലെ പീസ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ബാക്കി ഓരോ പീസും ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ എത്രത്തോളം കട്ടിയൊക്കെ വേണോ അതിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഒന്നിച്ച് ഒരു പത്തിരിയായിട്ട് ഇങ്ങനെ ഇതുപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള ലെയറൊക്കെ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മാവ് ഞാനിവിടെ 2 ഭാഗമാക്കി പരത്തിയെടുത്തത് കൊണ്ടാണ് നമ്മുടെ പലഹാരം ചെറുതായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നിച്ച് പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലഹാരത്തിന് അത്യാവശ്യം നല്ല ലെയർ ഉണ്ടാവും, അതുപോലെ തന്നെ കുറച്ചധികം തന്നെ വലുപ്പവും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് കറുത്ത് പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇനി വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ കുട്ടികൾക്ക് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ഒരേ രീതിയിലുള്ള പലഹാരമൊക്കെ കഴിക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്കും കഴിക്കാനായിട്ട് നല്ല ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ അതല്ലാതെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ലെയറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എണ്ണ നല്ലപോലെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബാറ്ററിലേക്ക് നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ഓരോ പീസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി എടുക്കുന്ന ബാറ്റർ ഒരുപാട് തിക്കായിട്ട് പോകരുത്, ലൂസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലെയറൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. ഉള്ളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു ഫില്ലിങ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള മാവായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ ഷേപ്പ് തന്നെ ഫുള്ളായിട്ട് മാറിപ്പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു ലെയറൊന്നും കറക്റ്റായിട്ട് അങ്ങനെ കാണാൻ പറ്റില്ല. നമ്മൾ സാധാരണ പഴംപൊരി ഒക്കെ ചെയ്തെടുക്കുന്ന അതേ ഒരു രീതിയിൽ ഫുള്ളായിട്ട് മുക്കി പൊരിച്ച ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ള പലഹാരം മുഴുവനായിട്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അതുപോലെ തന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. നമ്മളൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ മൈദപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടും സെയിം രീതിയിൽ തന്നെ നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള പലഹാരമൊക്കെ ഇവിടെ ഫുള്ളായിട്ടും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരി മാറ്റാം. അപ്പോൾ അടുത്തത് ഞാൻ സെയിം രീതിയിൽ തന്നെ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ പഴം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും പലഹാരം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം ചേർത്തുകൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരത്തിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടെങ്കിലും നമ്മുടെ വീഡിയോക്ക് ലൈക്കും കമൻസും ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യാനുള്ള ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മുടെ പലഹാരമൊക്കെ ഞാനിത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരം ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു ലെയറൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരൊറ്റ പഴം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്തിട്ടും ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.